ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 85,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ആശ്വാസ വാർത്ത തന്നെയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർത്ഥാടക തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും സർക്കാരിനും എല്ലാം തന്നെ ഉള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ടുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം നിലവിൽ പരിഹരിച്ചിരിക്കുകയാണ്. പരമാവധി തീർത്ഥാടകർ പടി കയറിയെത്തി ഫ്ലൈ ഓവർ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് ഒരു അനിയന്ത്രിതമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല. എന്തായാലും യു ടേൺ വഴിയാണ് ഇപ്പോൾ തിരക്കുള്ളത്. നടപ്പന്തലിലും പൂർണ്ണമായും തീർത്ഥാടകർ ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ 85,000-ത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് ദർശനം നടത്തിയത്. ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു തീർത്ഥാടകരുടെ എണ്ണം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തീർത്ഥാടക തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. മണ്ഡല പൂജ ആണ്. അതോടൊപ്പം തന്നെ അവധി ദിവസങ്ങളിലേക്ക് പോവുകയാണ്. മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 1.5 ലക്ഷം തീർത്ഥാടകരുടെ കുറവുണ്ടായിട്ടുണ്ട്. അത് വരുമാനത്തിലും വലിയ ചോർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. 20 കോടി രൂപയുടെ ഒരു വരുമാന ചോർച്ചയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം അതൊരു പ്രതിസന്ധിയായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരുമാന വർധന ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ അപ്പം അരവണ വിൽപ്പനയിലടക്കം കൂട്ടുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം തന്നെയാണ്. പലയിടങ്ങളിലും തീർത്ഥാടകരെ തടഞ്ഞിട്ട പലയിടങ്ങളിലും കാര്യമായ രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കിയിരുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ ഇടവരുത്തിയിരുന്നത്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നിരുന്നു. അതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഭക്തരെ തടഞ്ഞിടുന്ന എവിടെയാണോ അവർക്ക് ഭക്ഷണവും അതോടൊപ്പം തന്നെ വെള്ളവും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ആ സമയങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു തീർത്ഥാടക തിരക്ക് ഒരു വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോഴും പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനം തന്നെയാണ് ഇവിടെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ആ ഒരു പ്രശ്നത്തിലൂടെ പരിഹാരം കാണാനുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്ത് തങ്ങിയാണ് ഈ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഏകോപനം അടക്കം നിലവിൽ നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അരുണാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.